ചോമ്പാല റൈറ്റ് ചോയ്സ് സ്കൂളിൽ LKG പ്രവേശനോത്സവവും സ്കൂളിന്റെ 33-ാം വാർഷികവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ചടങ്ങ് സ്കൂൾ പ്രിൻസിപ്പൽ KG ലീലാവതി നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സുഖമായിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് വരണം. നിങ്ങൾ നമ്മളെ ഹാപ്പി ദാറ്റ് യു ട്രസ്റ്റഡ് us and put your children in our school. ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായില്ലേ? നമ്മളെ സ്കൂളിനോടുള്ള ഒരു വിശ്വാസം. അപ്പം നമ്മളെ മാക്സിമം നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. ഇനി 2-3 ദിവസം നിങ്ങൾക്ക് കുറച്ചൊരു വിഷമം ഉണ്ടാവും, കുട്ടികളെ കരച്ചിലും ഇതൊക്കെ ആയിട്ട്. ഇന്നിപ്പോൾ ഇതൊക്കെ ഉള്ള കൊണ്ടാണ് അടങ്ങിയിരിക്കുന്നത്. മനസ്സിലായി? ഇനിയിപ്പോൾ ക്ലാസ്സിലേക്ക് കയറ്റുമ്പോൾ കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ആൻഡ് വി ആർ ഹാപ്പി ഓൾ ഓഫ് യു ആർ ഹിയർ. വെൽക്കം ടു ഓൾ ഓഫ് യു ആൻഡ് ഗോഡ് ബ്ലെസ്. ഹെഡ് മിസ്ട്രസ് രമാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ രഞ്ജീവ് കുറുപ്പ്, PTA വൈസ് പ്രസിഡന്റ് ശില്പ ബാലകൃഷ്ണൻ, അധ്യാപികമാരായ സുലീന, പ്രീത, സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സഹൽ അമീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇവിടെ ഇപ്പം അഞ്ജന ഒരു LKG ഇവിടെ പഠിച്ച ഒരാൾ ഇവിടെ പാരൻ്റായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ സ്റ്റുഡൻ്റായി കഴിഞ്ഞപ്പോൾ സോഷ്യോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഇതാ എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പഴയ ആൾക്കാരുകളും ഇവിടെ ഇരിക്കുന്നുണ്ട്, പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മിക്സ് ഇവിടെ ഉണ്ട്. അപ്പം എന്തായാലും ഒരു കുടുംബമാണ്. നിങ്ങൾക്ക് ഇനി പല വിഷമങ്ങളുണ്ടാവും. നിങ്ങളെ തിങ്കിങ് വേറെയായിരിക്കും, നമ്മളുടേതായ രീതികൾ വേറെയായിരിക്കാം. അപ്പോൾ അതിലെല്ലാം ഒരു കൺഫ്യൂഷൻസോ സംഗതിയോ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളടുത്ത് വന്ന പോലെ ഒരു കുടുംബത്തിൽ സംസാരിക്കുന്ന പോലെ ഞങ്ങളടുത്ത് വന്നിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കും. എന്തായാലും പാരൻസിൻ്റെ മീറ്റിംഗ് ഉണ്ടാവും, അതിൽ നിങ്ങളോട് വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറയും. അതെന്തായാലും മൈൻഡിലേക്ക് കയറി പോയിട്ടുണ്ടാവും. ഗെയിം കളിക്കാം, അല്ലെങ്കിൽ അവിടെ ഉള്ള ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാന്നുള്ള സാധനം. അപ്പോൾ അതായിരുന്നു അട്രാക്ഷൻ. എങ്കിലും ഞാൻ മനസ്സിലാക്കിയത് ആഫ്റ്റർ ഗോയിങ് ഫ്രം ഹിയർ, ഞാൻ കലാമ സ്കൂളാണ് പഠിച്ചത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ക്ലാസ്സിൽ നോക്കുമ്പം എങ്ങനെയാണെങ്കിലും ഇംഗ്ലീഷിൽ എനിക്ക് ബാക്കി മാത്സ് ഞാൻ കുറച്ച് വീക്കായിരുന്നെങ്കിലും ഇംഗ്ലീഷിൽ എനിക്ക് എപ്പോൾ നല്ല മാർക്കായിരുന്നു. അപ്പോൾ അതിനൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ടീച്ചിങ് സിസ്റ്റമാണ്. പക്ഷേ ക്ലാസ്സിൽ ഇംഗ്ലീഷ് സംസാരിക്കലും പിന്നെ അതുപോലെ നമ്മളോട് ടീച്ചേഴ്സ് ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ കൊണ്ടാണ് അവിടെ ഇംഗ്ലീഷ് എന്ന ആ സാധനം കയറി വന്നിട്ടുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ നമ്മളെ ബേസ് എവിടെയാണോ നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത്, നമ്മളെ ബേസ് എങ്ങനെയാണോ ശരിയാവുന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മളെ ബാക്കി ഉള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിനുശേഷം എൻ്റെ ഹയർ സ്റ്റഡീസൊക്കെ ഇവിടെ നാട്ടിൽ തന്നെ KKM-ലായിരുന്നു. അതിനുശേഷം ഡൽഹിയിൽ ഒരു 4 വർഷം പഠിച്ചു. ഡൽഹി പോയപ്പോഴും ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്നാലും മോസ്റ്റ്ലി ICSE സ്റ്റുഡൻസും CBSE സ്റ്റുഡൻസൊക്കെ ആയിരുന്നു ഞങ്ങൾ കൂടെ ഉണ്ടാവുക. അപ്പോൾ അവരൊക്കെ ബള ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ സംസാരിക്കാനും മനസ്സിലാക്കാനൊക്കെ നമ്മൾ ഈ 4th സ്റ്റാൻഡേർഡ് വരെ ഞാനിവിടെ CBSE-ലാണ് പഠിച്ചത്. ആ ഒരു ഇത് കൊണ്ട് മാത്രമാണ് എനിക്ക് അവിടെ കുറച്ചുകൂടി ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സ് ആണെങ്കിൽ ഞാനിപ്പോൾ 16 വർഷത്തിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ വന്നപ്പോൾ ഒരുവിധം ടീച്ചേഴ്സൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. കുറേ പുതിയ ടീച്ചേഴ്സ് ഉണ്ടെങ്കിലും കുറേ ടീച്ചേഴ്സൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ എന്നൊക്കെ അന്ന് ബസ് കയറ്റാൻ ഹെൽപ്പ് ചെയ്തൊരു മിനിയേച്ചിയുണ്ട്. പിന്നെ മിനിയേച്ചിൻ്റെ കുറേ ചേച്ചിമാരുണ്ട്. അപ്പം അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം എന്താണ് പേരമക്കൾ അല്ലെങ്കിൽ മക്കളെ പോലെയാണ് അന്ന് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു വെറുപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകാനുള്ളൊരു മടി, ആ ഒരു സാധനം മടീന്നത് ഞാൻ പറയുന്നില്ല. അത് അല്ലെങ്കിൽ ഓരോ ദിവസവും ഞാൻ പറയും ഞാൻ ഇനി തൊട്ട് സ്കൂളിൽ പോകില്ല. അത് ആ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്നൊരു സംഭവമാണ്. പിന്നെ അതല്ലാണ്ട് ഇവിടുത്തെ മൊത്തം ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ നോക്കുകയാണെങ്കിലും പിന്നെ മെയിനായിട്ട് ഓർമ്മയുള്ളത് രമാമിസിനാണ്. വിനയലത നന്ദി പറഞ്ഞു. പുതുതായി പ്രവേശനം നേടിയ കുരുന്നുകൾക്ക് സ്നേഹപൂർവ്വമായ സ്വീകരണം നൽകി മധുരപലഹാരം വിതരണം ചെയ്തു. വർണ്ണാഭമായ അലങ്കാരങ്ങളാലും കലാപരിപാടികളാലും ആഘോഷം ശ്രദ്ധേയമായി. അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസവും മൂല്യാധിഷ്ഠിതമായ വളർച്ചയും ആശംസിച്ച് അധ്യാപകർ സന്ദേശം നൽകി. പ്രവേശനോത്സവവും വാർഷികാഘോഷവും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സന്തോഷകരമായ അനുഭവമായി മാറി. ഉണരൂ